ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. മൂന്നാമത്തെ ഒരു വെല്ലുവിളി ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിയുടെ മുമ്പിലുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ക്രിസ്ത്യാനിയിൽ ഒരു സന്തോഷത്തിന്റെ കുറവ് ഞാൻ കാണുന്നു. ഒരാനന്ദത്തിന്റെ കുറവുണ്ട്. ഒരു മനസ്സിന്റെ ദുഃഖം മാറാത്തൊരു അനുഭവമുണ്ട് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം. മറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ദൈവത്തിൽ ഒരു ആനന്ദം കണ്ടെത്താൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരീരത്തിൻ്റെ കാര്യത്തിനും കുഴപ്പമില്ല, ആത്മീയവിൻ്റെ കാര്യത്തിനും കുഴപ്പമില്ല. ഇത് രണ്ടിനും കൂടുതലുണ്ടെങ്കിലുള്ളൂ, കുറവില്ല. പക്ഷേ മനസ്സിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ വളരെ അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഇത്രമാത്രം ഡിവോഴ്സുകൾ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ കുടുംബ പ്രതിസന്ധികളും വ്യക്തിയിലെ പ്രശ്നങ്ങളും ഇത്രയും കൂടുതലായിട്ട് നടക്കുന്നതിൻ്റെ കാരണം നമ്മുടെ മനസ്സിന് ഒരാനന്ദം കിട്ടിയില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ദർശനങ്ങളും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇതിന് സ്വാധീനം. നമ്മൾ ഏഷ്യൻ ലിറ്റർജി അല്ലെങ്കിൽ ഏഷ്യയിലെ ചില കാര്യങ്ങൾ നമ്മുടെ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്, നമ്മുടെ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ രൂപം ചോരയൊലിച്ച് ഒഴുകിയൊക്കെ നിൽക്കുന്ന രൂപം കാണാൻ പറ്റും. പക്ഷേ പുറത്ത് ചെന്നാൽ നമുക്കത് കാണാൻ പറ്റില്ല. അവിടെ ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ പടമാണ് കാണും, അല്ലെങ്കിൽ രൂപമാണ് കാണും. ഞാൻ എന്തിനാ അത് സൂചിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആധ്യാത്മികത ഒരു മെലങ്കോളിക്കായിട്ട് അവതരിപ്പിക്കാനുള്ള ശ്രമമുണ്ട്. സഫറിങ്ങിനെ, അതായത് കഷ്ടതയും കണ്ണുനീരിനെ ഹൈലൈറ്റ് ചെയ്യുന്ന സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കഷ്ടതയുടെ ഏറ്റവും കൂടുതൽ സഹിക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ ആധ്യാത്മികത എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു സംഭവത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കുരിശുമരണവും ഉത്ഥാനവും. ഏതാണ് പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ രണ്ടും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കുരിശുമരണത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ഉത്ഥാനം. കുരിശുമരണം സഹനത്തിന്റെ, വേദനയുടെ, കഷ്ടതയുടെ, കണ്ണുനീരിന്റെയാണ്. പക്ഷേ ആ കഷ്ടതയുടെയും കണ്ണുനീരിൽ അവസാനിച്ചതല്ല, ഉത്ഥാനത്തിൽ അവസാനിച്ചതാണ് വിശ്വാസം. അതുകൊണ്ട് ഈ കഷ്ടതയുടെയും കണ്ണുനീരിന് അപ്പുറത്ത് ഒരു വലിയ ഉത്ഥാനമുണ്ടെന്നുള്ള വിശ്വാസം സൂക്ഷിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അതുകൊണ്ട് പലരും എന്നാ ചെയ്യുന്നത്, ഈ ആധ്യാത്മികതയുടെ ആഴം കൂട്ടാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ഈ ദുഃഖത്തിന്റെ രഹസ്യം തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുക. മക്കളോടൊരു കാര്യം അച്ഛനെന്ന് പറയാനുള്ള കാര്യം ഇതാണ്, ദുഃഖത്തിന്റെ രഹസ്യം മാത്രം ചൊല്ലി തളർന്നു വീണാ പോരാ. എടുക്കണം മക്കളെ സന്തോഷത്തിന്റെ രഹസ്യം കരങ്ങളിൽ. നമ്മുടെ സങ്കടങ്ങളെ മാത്രം കാണാനുള്ള ദൈവമല്ല അവിടുന്ന്, നമ്മുടെ സന്തോഷങ്ങൾ അവിടത്തേക്ക് കാണണം. അതുകൊണ്ട് ദുഃഖത്തിന്റെ രഹസ്യം മാത്രം ചൊല്ലി, കുരിശിന്റെ വഴി മാത്രം ചൊല്ലി, കരുണയുടെ ജപം മാത്രം ചൊല്ലിയാൽ പോരാ. എടുക്കണം പ്രകാശത്തിന്റെ രഹസ്യങ്ങളും ഉത്ഥാനത്തിന്റെ രഹസ്യങ്ങളും സന്തോഷത്തിന്റെ രഹസ്യങ്ങളും ഒരേപോലെ കരങ്ങളിൽ ഉയർത്തണം. ഇല്ലെങ്കിൽ നമ്മൾ ഭാരപ്പെട്ടു പോകും. ഉത്ഥാനത്തിന്റെ ആ വലിയ സന്തോഷത്തിലേക്ക് നമ്മൾ വരണം. നമുക്കൊരു ചിന്തയുണ്ട്, സന്തോഷിക്കുന്നത് പാപമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്.
ഞാൻ തൃശ്ശൂര് അതിരൂപതയിൽ അവിടുത്തെ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ ഒരു പ്രോഗ്രാമിന് ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, TV കാണുന്നതും പത്രം വായിക്കുന്നതും ഒക്കെ പാപമാണ് അച്ചു. ആ പാവപ്പെട്ടവരുടെ വിശ്വാസത്തെ ഞാൻ ചിന്തിക്കുകയായിരുന്നു. TV കാണുന്നതും പത്രം വായിക്കുന്നതും പാപമാണെന്ന് അവർ പറയുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ നിങ്ങളപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറിയണത്? പുതിയ മാർപ്പാപ്പ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് അറിയണത്? ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, ഒരു പത്രം വായിച്ചാൽ, ഒരു ടെലിവിഷൻ കണ്ടാൽ പോകുന്ന വിശ്വാസം മാത്രമേ നിനക്കുള്ളെങ്കിൽ നിന്റെ ചങ്കിന്റെ ആഴത്തിൽ യേശുക്രിസ്തു ജീവിക്കുന്നില്ല. അത് കാണുമ്പോൾ തന്നെ പരാജയപ്പെടുന്ന ആളുകൾ ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ എങ്ങനെ നേരിടും? അതുകൊണ്ട് ആനന്ദിക്കുക എന്ന് പറയുന്നത് തെറ്റാണെന്ന് ചിന്തിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത്, കുറ്റബോധമുണ്ടാക്കാത്ത ദൈവം ആഗ്രഹിക്കുന്ന സന്തോഷങ്ങളിൽ ഒരു ക്രിസ്ത്യാനി വ്യാപരിക്കണം. അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മരിച്ച ദൈവത്തെക്കുറിച്ചല്ല കാണേണ്ടത്, ഉദ്ധിതനായ കർത്താവിനെ ദർശിക്കാൻ തക്ക വിധത്തിൽ മാറ്റം വരണം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞില്ലേ, കർത്താവ് ഉദ്ധാനം ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ വിശ്വാസം വ്യർത്ഥമാണ്. ഉദ്ധിതനായ കർത്താവ്, ആനന്ദത്തിന്റെ കർത്താവിനെയാണ് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ടത്. ഒരു സന്തോഷം ഉണ്ടാകുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ക്രിസ്ത്യാനിക്ക് ഏറ്റവും കുറവ്, ഞാനത് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ സന്തോഷം തെറ്റാണെന്ന് ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, ചില ആളുകൾ തീരെ വിശ്രമമില്ല. ഒരു നല്ല വസ്ത്രം ധരിക്കണമെങ്കിൽ അവർക്ക് വിഷമാണ്. ഒരു മനുഷ്യനെ കണ്ട് അദ്ദേഹം നല്ല പഴയ വസ്ത്രം ഇല്ലാത്തതുകൊണ്ട് പുതിയ വസ്ത്രം വാങ്ങി അത് കീറി പിന്നെ തുന്നി പിടിപ്പിച്ചിട്ട് പാവപ്പെട്ടാണെന്ന് അറിയിക്കാൻ വേണ്ടി ഇട്ടുകൊണ്ട് പോന്നിരിക്കുകയാണ്. മറ്റുള്ള ആളുകൾ എന്നെ വിചാരിക്കും, ഇനി ഇവന്റെ വിശ്വാസം പോകുന്നു പേടിച്ചിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സിന്റെ ആനന്ദത്തെ നമ്മൾ തടയരുത്. നമ്മൾ അതിനെ തടഞ്ഞു വെച്ചാൽ അത് പുറത്തു വരും. അതിനുള്ള തെളിവാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാനിന്ന് മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയാണ്, പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് കൂടെ ഞാൻ പറയാണ്, മനസ്സിന്റെ ആ വ്യാപാരങ്ങൾ സന്തോഷത്തെ തടഞ്ഞു നിർത്തി ദൈവം ആഗ്രഹിക്കുന്ന സന്തോഷങ്ങൾ, തെറ്റിലേക്ക് വഴി മാറുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയണത്. ആ ഒരു ആനന്ദം വീട്ടിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ചിരി നിന്ന് പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ. അവിടെ ഞാൻ തെറപ്പിക്ക് വരുമ്പോൾ, ലാഫ് തെറപ്പി എന്ന് പറഞ്ഞ തെറപ്പി വെക്കുമ്പോൾ എല്ലാവരും നിന്ന് ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ ചിരി വീട്ടിൽ എന്തുകൊണ്ട് അന്യമായി പോയി? ഭാര്യയ്ക്ക് എന്തുകൊണ്ട് ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റുന്നില്ല? ഭർത്താവിന് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റുന്നില്ല? സങ്കടങ്ങൾ ഉണ്ടായിരിക്കാം, കഷ്ടപ്പാടുണ്ടായിരിക്കാം. അതിൻ്റെ നടുവിൽ നിന്നും പുഞ്ചിരി ഉയർത്താൻ നമുക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കുന്നതാണെന്ന് പറയാൻ അച്ഛൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് എവിടെയാണ് ആനന്ദം കൈവിട്ടു പോയത്, എവിടെയാണ് ആ സന്തോഷം കൈവിട്ടു പോയത്, അതിലേക്ക് തിരികെ വരണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ക്രിസ്ത്യാനി അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഞാൻ കാണുന്നത് ആനന്ദത്തിന്റെ കുറവുണ്ട്, ഒരു സന്തോഷത്തിന്റെ കുറവുണ്ട്. ഒരു ദൈവത്തിന്റെ സന്തോഷം അവൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുക, ദൈവം ആഗ്രഹിക്കുന്ന സന്തോഷങ്ങളിൽ വ്യാപരിക്കണം. ഉറക്കെ ചിരിക്കാൻ നമ്മൾ പഠിക്കണം. കുടുംബത്തിൽ ഒരു ആനന്ദത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കുടുംബത്തിൽ സംഭവിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു സ്ഥലത്ത്, അവിടുത്തെ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റിൽ, അവിടെ 10-22 പേര്, നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, ആത്മഹത്യ ചെയ്തു, ആത്മഹത്യ ചെയ്തു. അവിടെ അവർക്കൊരു പ്രോഗ്രാമിന് വേണ്ടി ഞാൻ പോയതാണ്. മുഖം വാടി തളർന്ന് ഭാരപ്പെട്ട് അവരോട് ഞാൻ പറഞ്ഞു, ഇതിൽ അവസാനിക്കുന്നില്ല, ഇതുകൊണ്ടെല്ലാം അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ടത് ഒരു ദൈവത്തിന്റെ മുഖമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരാനന്ദിക്കാൻ നമ്മുടെ മനസ്സിന് പറ്റുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദുബായിൽ സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് ഞാനൊരു മനുഷ്യനെ പരിചയപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെയും ഗവൺമെന്റ് 11 മണി തൊട്ട് 3 മണി വരെ പണിയെടുക്കാൻ പാടില്ല, ചൂട് കൂടുതലായതുകൊണ്ട്. അപ്പം അവിടെ അങ്ങനെയാണ്. ഞാൻ അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ 53 ഡിഗ്രി ചൂടുണ്ട്. നമ്മുടെ രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. പള്ളിയിൽ നിന്ന് ഈ മനുഷ്യനെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ ചൂടിനെ വകവെക്കാതെ, നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളാണ്, വകവെക്കാതെ പണിയെടുക്കുകയാണ്. ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ 53 ഡിഗ്രി ചൂടിൽ എങ്ങനെയാണ് പണിയെടുക്കുക? ആ ചേട്ടൻ എന്നോട് പറയാണ്, അച്ഛാ, നാട്ടിലുള്ള എൻ്റെ ഭാര്യയുടെയും പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുടെയും വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹത്തിലേക്ക് പറഞ്ഞയക്കാൻ കഴിയാത്ത എൻ്റെ പെങ്ങന്മാരുടെ മുഖമോർക്കുമ്പോൾ 53 ഡിഗ്രി ചൂട് അല്ല അച്ഛാ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുക, അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മുഖം കൺമുമ്പിലുള്ളവൻ എങ്ങനെ നിരാശപ്പെടും?
പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തമ്പുരാന്റെ തിരുമുമ്പിൽ ഇന്ന് ഓർക്കേണ്ട ഒരു കാര്യം, ഏത് പ്രശ്നവും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഉണ്ടാവട്ടെ, ദൈവം നൽകുന്ന ഒരു ആനന്ദത്തിലേക്ക് തിരികെ വരുന്നാൽ ഒരുപാട് പിരിമുറുക്കങ്ങൾ കുറയും, ഒരുപാട് സംഘർഷങ്ങൾ കുറയും. ഒന്ന് ഉള്ളു തുറന്ന് സംസാരിച്ചാൽ, ഒന്ന് ഉള്ളു തുറന്ന് ചിരിച്ചാൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തിൽ മാറിപ്പോവും. പിള്ളേരോടും മാതാപിതാക്കളൊന്ന് ഉള്ളു തുറന്ന് അവരുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്താൽ ഒരുപാട് പ്രതിസന്ധികൾ മാറിപ്പോകും. കുടുംബങ്ങളിൽ അതാണ് സ്വർഗമെന്ന് പറയുന്നത്, അതാണ് സന്തോഷമെന്ന് പറയുന്നത്. മരിച്ച വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പോലെ എന്നും കയറി ചെല്ലുന്ന സങ്കടം തളം കെട്ടി നിൽക്കുന്ന ഒരു കുടുംബമാണ് നമ്മുടേതെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ഒരു മുമ്പാകെ തീരുമാനമെടുക്ക്. കാരണം അവിടെ ആനന്ദിക്കാൻ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നുണ്ട്. ജീവിക്കുന്ന ഒരു ദൈവത്തെ ഹൃദയത്തിൽ വെച്ച് തിരികെ നടക്കുമ്പോൾ അത് വലിയ ആനന്ദത്തിന്റെ ആകും. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ബേബി മെമ്മോറിയൽ ആശുപത്രി ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ നടന്ന് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ, ഞാൻ ഉടുപ്പിലല്ല, ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടിരിക്കുകയാണ്, ഒരു രോഗിയെ കാണാൻ വേണ്ടി പോവാ. അപ്പോൾ ഒരു മനുഷ്യൻ വന്ന് എന്നെ നടു റോട്ടിൽ വെച്ച് കെട്ടിപ്പിടിച്ചിട്ട് ഒറ്റക്കരച്ചിൽ. ഞാൻ പേടിച്ചു പോയി, എന്നാ സംഭവിക്കുന്നതെന്നറിയാതെ. ആ മനുഷ്യൻ എന്നെ അവിടുന്ന് സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് പറയാണ്, അച്ഛൻ ദൈവത്തിന്റെ നാമത്തിൽ പറഞ്ഞൊരു വചനമാണ് ഇന്ന് എന്നെ ജീവിച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ കടം കയറിയിട്ട് സകുടുംബം മരണത്തിനൊരുങ്ങിയ കുടുംബം, ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും സഹോദര, ദൈവം നിന്നെ കാക്കുമെന്നുള്ള ദൈവത്തിന്റെ ആ അരുളപ്പാട് ഈ മനുഷ്യനോട് പറഞ്ഞപ്പോൾ ഞാൻ പിന്നീട് കണ്ടിട്ടില്ല, കാരണം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോൾ ആ മനുഷ്യൻ എന്നെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കടബാധ്യത മൂലം എല്ലാം അവസാനിപ്പിക്കാൻ നിന്ന ആ മനുഷ്യൻ ഇന്ന് 1.5 കോടി രൂപയുടെ ടേൺ ഓവറുള്ള ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം കൂടിയുള്ളപ്പോൾ ഏത് പ്രശ്നമായിക്കോട്ടെ ഒരാനന്ദിക്കാൻ പറ്റും, സന്തോഷിക്കാൻ പറ്റും. ദൈവം ഒരിക്കലും എന്നെ കൈവിടില്ല എന്ന് മനസ്സുകൊണ്ട് ഓർക്കാൻ പറ്റും. ഇത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. 4ാമത്തെ ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ ഈ കാലഘട്ടത്തിൽ കാണുന്നത്, 4ാമത്തെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഇന്ന് സഹിക്കാനുള്ള ടെൻഡൻസി, അതിനുള്ള ടെൻഡൻസി ഇന്ന് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. സഹിക്കാനുള്ള കരുത്ത് ഇന്ന് ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ. ഇന്ന് ആളുകൾ ഒന്നെടുത്ത് രണ്ടാമത്തേന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഹിക്കാനുള്ള ടെൻഡൻസി നമ്മുടെ കാരണവന്മാരൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വലിയ കാര്യങ്ങളുണ്ട്. എന്ത് വന്നാലും അതിനെ ഏറ്റെടുക്കാനുള്ള ഒരു പവർ. ഇന്ന് കല്യാണങ്ങളൊക്കെ വേഗം അവസാനിക്കുന്നതിന്റെ കാരണം എന്താ? ആർക്കും ഇന്ന് ആരെയും സഹിക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ ചെറുപ്പക്കാരി എന്നോട് ചോദിച്ചു, എന്തിനാച്ചോ ഞാൻ ഇയാളെ വഹിക്കുന്നത്? എന്നോട് ചോദിച്ചാണ് കൗൺസിലിങ്ങിന്റെ സമയത്ത്, എന്തിനാണ് ഞാൻ ഇയാളെ സഹിക്കുന്നത്? എനിക്ക് ഈ മനുഷ്യനെ സഹിക്കേണ്ട കാര്യമില്ല, എനിക്ക് ഈ ഭാര്യയെ സഹിക്കേണ്ട കാര്യമില്ല, ഈ ഭർത്താവിനെ സഹിക്കേണ്ട കാര്യമില്ല, ഈ മാതാപിതാക്കളെ സഹിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി. അതുകൊണ്ടല്ലേ ഇന്ന് അനാഥ കേന്ദ്രങ്ങളുടെ എണ്ണം കൂടിയത് നാട്ടിൽ പുണ്യം പെരുകിയതിന്റെ തെളിവല്ല, മക്കളെ പെരുവഴിയിലേക്ക് ഇറക്കി വിടുന്നവരുടെ എണ്ണം കൂടിയതിന്റെ തെളിവാണ്. പുണ്യം പെരുകിയതിന്റെ ലക്ഷണമല്ല അത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഓർക്കണം, നമ്മുടെ കൂടെ ജീവിക്കുന്ന കാരണവന്മാരോടും ബാക്കിയുള്ള അവരെയൊക്കെ സഹിക്കാനും വഹിക്കാനും. ഞാൻ ഓർക്കണ്ട്, ഒരപ്പൻ എല്ലാ തരത്തിലും മകനായിട്ട് കഷ്ടപ്പെടുത്തി. ഈ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മകൻ ആ അപ്പന്റെ ശവം ചുമക്കുമ്പോ എല്ലാം അറിയാവുന്ന ഞാൻ ചെന്ന് ചോദിച്ചു, എന്താണ് തോന്നണത്? ഒരു വിശുദ്ധന്റെ ശവം ചുമക്കുന്നത് പോലെയാണച്ചാ എന്റെ അപ്പനെ ഞാൻ ചുമക്കണത്. പറയാൻ പറ്റും ഇവിടെ ഇരിക്കുന്നവർക്ക്? നമ്മുടെ മാതാപിതാക്കളെയും ബാക്കിയുള്ളവരെയൊക്കെ ഇത്തരത്തിൽ നെഞ്ചോട് ചേർക്കാൻ ഇന്ന് സഹനത്തിന്റെ ആ വലിയ അനുഭവങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. കുറഞ്ഞു പോയിട്ട് പൗലോസ്ലീഹ പറഞ്ഞില്ലേ, യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. എന്നെ കേൾക്കുന്ന ഭർത്താവേ, നിന്റെ ഭാര്യയുടെ കുറവ് നിന്റെ ജീവിതത്തിലൂടെ നികത്താൻ പറ്റുമോ? ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കുറവുകള് നിങ്ങളുടെ ജീവിതത്തിലൂടെ നികത്താൻ പറ്റുമോ? മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുറവുകൾ നികത്താൻ പറ്റുമോ? മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ കുറവുകള് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്ന് പറഞ്ഞിട്ട് കുറവുകളോട് അപ്പനെ സ്നേഹിക്കാനുള്ള മനസ്സുമായി തിരികെ നടക്കാൻ പറ്റുമോ? കുറവുള്ള ഭാര്യയെ ചേർത്ത് നിർത്തിക്കൊണ്ട് തിരികെ നടക്കാൻ പറ്റുമോ? ആ ഭർത്താവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് തിരികെ നടക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ കണ്ണ് നനയിച്ച ഒരു സംഭവം ഉണ്ടായി. ഒരിക്കൽ ഭാര്യ ഒരു തെറ്റിൽ ചെന്നുപെട്ടു. അങ്ങനെ സംഭവിച്ചു പോയി. ഭർത്താവ് അതിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്.
ഈ ഭാര്യ ഞാൻ കണ്ടു, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ല അച്ഛാ, എന്നെ രക്ഷിക്കണം. ഈ ഭർത്താവിൻ്റെ കാല് കെട്ടിപ്പിടിച്ചിട്ട് നിലവിളിക്കുകയാണ്. ഭർത്താവ് തൊഴിച്ചു മാറ്റാൻ ഒരുങ്ങുകയാണ്. ഞാൻ ഈ മനുഷ്യനെ അല്പസമയം മാറ്റി നിർത്തി, അവിടെ തന്നെ ഇരുത്തിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, തീരുമാനം ഉറക്കെടുക്കണ്ട, നിങ്ങൾ കുറച്ചു നേരം ശാന്തമായിരുന്നിട്ട്, ഇപ്പോൾ ഇമോഷണലി വൈബ്രൻ്റ് ആണ്, ടർബുലൻ്റ് ആണ്, ശാന്തമായിരുന്നിട്ട് ചിന്തയിലിരുന്നിട്ട് ഒന്ന് ആലോചിക്കുക. എന്നിട്ട് ഞാൻ വേറെ ഒരു ക്ലയൻറ്റിനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മനുഷ്യനെ വിളിച്ചു, ഭാര്യനെ പുറത്തിരുത്തിയിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് താങ്കൾ എടുത്തിരിക്കുന്ന തീരുമാനം? ഞാൻ പറഞ്ഞതനുസരിച്ചു. ആ ഭാര്യ ഉപേക്ഷിക്കാൻ എല്ലാ വഴികളും അയാളുടെ മുമ്പിൽ തെളിവുണ്ട്. ഞാൻ പറഞ്ഞു, നിയമം പാലിച്ചാൽ നിങ്ങൾക്ക് ഇയാൾ ഉപേക്ഷിക്കാം. ഞാൻ പറഞ്ഞു, നീതി പാലിച്ചാൽ ഒരവസരം കൂടെ, ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഒരവസരം കൂടെ ഈ ഭാര്യയ്ക്ക് കൊടുത്ത് നിങ്ങളുടെ കൂടെ ജീവിക്കാം. എന്ത് തീരുമാനിച്ചു? ആ മനുഷ്യൻ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ മുറിയിൽ വെച്ച് എൻ്റെ പോലും കണ്ണു നിറയിക്കത്തക്ക രീതിയിൽ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നീതി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ആ ഭാര്യയെ കൂടെ ജീവിപ്പിക്കാൻ തീരുമാനിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യം ഇത് തന്നെയാണ്. കുറവുകളുള്ളവരെ സ്വന്തം ശരീരത്തിൽ ഏൽക്കണമെങ്കിൽ സഹിക്കാൻ എൻ്റെ മനസ്സിനെ ഞാൻ ഒരുക്കണം. എൻ്റെ മനസ്സിനെ ഞാൻ ഒരുക്കണം. അതൊരു വലിയ പവറാണ്. അതിനുള്ളിൽ വലിയ സ്നേഹം സൂക്ഷിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ആ സ്നേഹം സൂക്ഷിക്കുമ്പോൾ അതിനെ ഏറ്റെടുക്കാൻ പറ്റും. ഈ 2-3 മാസം മുമ്പാണ് എൻ്റെ ചാച്ചനും അമ്മയും 15 ദിവസത്തിനിടയിൽ മരിച്ചു. അപ്പൊ അമ്മ നേരത്തെ കിടപ്പിലായിരുന്നു, ചാച്ചൻ ആശുപത്രിയിലാണ്. അപ്പൊ ഒരു ദിവസം ചാച്ചൻ എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ ആദ്യം മരിക്കാൻ വേണ്ടി മോൻ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ ചാച്ചനൊരു കുഴപ്പമില്ലാതെ നല്ല മിടുക്കനായിരുന്ന ആളാണ്. ഞാൻ ചോദിച്ചു, അതെന്താ അപ്പച്ച അങ്ങനെ? അപ്പച്ചൻ പറയാണ്, എന്നോട് പറഞ്ഞു, മോനെ, അമ്മയുടെ മരണം താങ്ങാൻ എനിക്ക് കഴിയില്ലടാ. രണ്ടുപേരും 15 ദിവസത്തിനിടയിൽ മരിച്ചു, ഒരേ കല്ലറയിൽ തന്നെ അടക്കിയിരിക്കുകയാണ്. ആദ്യം അപ്പച്ചനാണ് മരിച്ചത്. ദൈവ പ്രാർത്ഥന കേട്ടു എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അമ്മ കോൺഷ്യസ് ആയിരുന്നില്ല. ഞാൻ അത് പറഞ്ഞ എന്തിനാണെന്നറിയോ? സഹിക്കാനുള്ള മനസ്സിന്റെ വലുപ്പം ഉള്ളിലുള്ളവൻ അത് സ്നേഹം കൊണ്ട് സൂക്ഷിക്കും. തമ്പുരാന്റെ തിരുമുമ്പിൽ ഇരിക്കുമ്പോ വലിയ നിലവിളി, ഭാരങ്ങള് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ ഓരോ ദിവസവും അടുത്ത അടിവെക്കാനുള്ള കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. എപ്പോൾ? ഹൃദയത്തിൽ ആഴപ്പെട്ട വിശ്വാസം സൂക്ഷിക്കുന്നൊരു ഒരു ക്രിസ്ത്യാനി എന്ന നില. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടത് ഈ വലിയ സഹിക്കാനുള്ള, ഭാര്യയെ സഹിക്കാൻ, ഭർത്താവിനെ സഹിക്കാൻ, മക്കളെ സഹിക്കാൻ, കൂടപ്പറപ്പുകളെ സഹിക്കാൻ ഒരു വലിയ ശക്തി കിട്ടിയാൽ, ഞാൻ പറയുകയാണ്, മനസ്സും ശരീരവും ആത്മാവുമുള്ള മനുഷ്യനെ പഠിപ്പിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ മാറിക്കിട്ടും. മനസ്സിനെ ആ തരത്തിൽ പരുവപ്പെടുത്തി ജീവിതത്തിൻ്റെ ആ സഹനങ്ങളെ ഏറ്റെടുക്കാൻ മനസ്സിനെ ഒരുക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സഹിക്കാനുള്ള ടെൻഡൻസി കൂട്ടിയെടുക്കുക. ഒരു ഇടവക ധ്യാനത്തിന് ചെന്നപ്പോൾ ഒരു പ്രായമായ അമ്മച്ചിയും ഒരു ചെറുപ്പക്കാരനും, ആ ഇടവകയിലെ കമ്മിറ്റിക്കാരനാണ് ചെറുപ്പക്കാരൻ. അങ്ങനെ അവരെ വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചും പറഞ്ഞ് അങ്ങനെ വൈകുന്നേരം ഇവരെ വീട്ടിൽ പോവാണ് ധ്യാനം കഴിഞ്ഞിട്ട്. അപ്പോൾ വീട് പുല്ലുമേഞ്ഞ വീടാണ്, സാധാരണ വീടാണ്. അപ്പോൾ അവിടെ ചെന്ന് കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ഈ ചെറുപ്പക്കാരനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഈ വീട്ടിലെ അമ്മച്ചി എന്നോട് പറഞ്ഞു, അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഈ വികാരിയച്ഛനും കമ്മിറ്റിക്കാരനോട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, എന്താ അമ്മച്ചിക്ക് പറയാനുള്ളത്? അപ്പോൾ അമ്മച്ചി എന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇരുട്ട് പരക്കുന്ന ഒരു സമയമാണ്, തലമുട്ടും, എനിക്ക് പൊക്കമുള്ളതുകൊണ്ട് അവിടെ തലമുട്ടുന്നൊരു വീട്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അച്ഛൻ്റെ ധ്യാനം കൂടിയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ജീവിതത്തിൻ്റെ കഥയൊന്ന് അച്ഛനോട് പറയണം. ഞാൻ ചോദിച്ചു, എന്ത് കഥയാണ് അമ്മയ്ക്ക് പറയാനുള്ളത്? അപ്പം അമ്മച്ചി അടക്കം പറഞ്ഞിട്ട് എന്നോട് പറയണം, പുറത്തിരിക്കുന്ന ആ കമ്മിറ്റിക്കാരനില്ലേ, ഇടവിൽ നിന്ന് ഏറ്റവും നല്ല മകനാണ്. അപ്പോൾ ആ കമ്മിറ്റിക്കാരൻ ഇന്ന് നല്ല മകനാണ്, അവൻ എങ്ങനെ നല്ലവനായി എന്ന് എനിക്ക് അച്ഛനോട് പറയണമെന്നുണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് അമ്മച്ചി അവനെ നല്ലവനാക്കി എടുത്തത്? മദ്യപാനിയായിരുന്ന ഇവനെ അമ്മച്ചി എങ്ങനെ നന്നാക്കി? അതിന് അമ്മച്ചി അടുത്ത മുറിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഞാൻ കാണുന്നൊരു കാര്യം, അമ്മച്ചി
അവിടെ ചുരുട്ടി വെച്ച പായയുടെയും തലേണയുടെ ഇടയ്ക്ക് എന്തോ പരതെന്ന് ഞാൻ ശ്രദ്ധിച്ചു. നോക്കിയപ്പോൾ അമ്മച്ചി 2 ചെറിയ ഈ ചാക്കിൻ്റെ സഞ്ചി, 2 സഞ്ചികൾ എടുത്തിട്ട് എൻ്റെ നേരെ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഈ സഞ്ചി കൊണ്ടാണ് എൻ്റെ മകനെ ഞാൻ നല്ലവനാക്കി എടുത്തത്. ഞാൻ കണ്ണുമിഴിച്ചു പോയി. ഘോരം വചനം പറഞ്ഞിട്ട് ഒരാൾക്ക് മാനസാന്തരം ഉണ്ടായിട്ടില്ല. ഈ അമ്മച്ചി എങ്ങനെയാണ് ഈ ചാക്ക് സഞ്ചി കൊണ്ട് മക്കളെ മാനസാന്തരപ്പെടുത്തി അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, എന്താ എനിക്ക് മനസ്സിലാവണില്ലല്ലോ. ആ അരണ്ട വെളിച്ചത്തിൽ അമ്മച്ചി എൻ്റെ കൺമുമ്പിൽ നിന്ന് ആ ചാക്ക് കെട്ട് 2 അഴിച്ച് താഴേക്കിട്ടു. ഞാൻ നോക്കി എന്താന്ന് നോക്കുമ്പോൾ അതിൽ നിറച്ച് മെറ്റലിൻ്റെ കഷ്ണങ്ങളായിരുന്നു. ആ മെറ്റൽ കഷ്ണത്തിലേക്ക് ഉത്തരം കിട്ടാതെ പകച്ചുനിന്ന് എന്നെ നോക്കിയിട്ട് അമ്മച്ചി പറഞ്ഞു, എല്ലാ ദിവസവും മദ്യപിച്ച് വീട്ടിൽ വന്നിട്ട് എന്നെ ഉപദ്രവിക്കുകയും എന്നെ വേദനിപ്പിക്കുകയും എന്നെ അടിക്കുകയൊക്കെ ചെയ്തിട്ട് തളർന്നു കിടക്കുന്ന അവൻ്റെ സമീപത്തേക്ക് ചെന്ന് ഈ മെറ്റൽ കഷ്ണങ്ങൾ നിരത്തി അതിൽ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് 2-3 വർഷത്തിലധികമായി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അച്ഛാ. അങ്ങനെ പ്രാർത്ഥിച്ച് സഹിച്ചു നേടിയതാണ് എൻ്റെ ഈ നല്ലവനായ മകൻ. എത്ര പേർക്ക് ഈ അനുഭവം പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ജീവിതത്തിന്റെ സഹനങ്ങളെ പരാതി കൂടാതെ നേരിടാൻ ഈ കാലഘട്ടത്തിൽ മനുഷ്യന് മനസ്സ് കുറഞ്ഞപ്പോ കുടുംബത്തിൽ പ്രതിസന്ധികളേറി, സമൂഹങ്ങളിൽ അസ്വസ്ഥതകളുണ്ടായി, സഭയിൽ പ്രതിസന്ധികളുണ്ടായി, ഇടവകയിൽ പ്രതിസന്ധികളുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരികെ വരേണ്ടത് ഈ സഹിക്കാനുള്ള ശക്തി ഒരു വിശ്വാസി ഈ ദിവസങ്ങളിൽ നേടിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.